നമസ്കാരം. മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഒരുമയുടെ കഥയും കഴമ്പുമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ നട്ടലു തന്നെ ഈ ഒത്തൊരുമയാണെന്ന് പറയാം. ഒരുമ ഒന്നുകൊണ്ട് മാത്രം മുന്നേറിയ രാജ്യമാണ് നമ്മുടെ. അങ്ങനെ ഒരു രാജ്യത്തെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ വേർതിരിക്കാനും വെട്ടിപ്പിളർക്കാനും ഒരൊറ്റ ഇന്ത്യക്കാരനും തയ്യാറല്ല. അതിന് ആർക്ക് എന്തൊക്കെ രാഷ്ട്രീയ അജണ്ട ഉണ്ടായാലും ശരി. ഭരണഘടനയുടെ അംഗീകാരം ആവശ്യമില്ല എന്നും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ RSS മേധാവി മോഹൻ ഭാഗവത്. RSSന്റെ 100ാം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ സംസ്കാരം രാജ്യത്തെ വിലമതിക്കപ്പെടുന്നത് വരെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കുമെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞത്. സത്യം അതായതിനാൽ ഭരണഘടനയുടെ അംഗീകാരം ആവശ്യമില്ല എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. ഭരണഘടനയുടെ അംഗീകാരം വേണ്ട എന്നും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞുവെന്നുമുള്ള പ്രസ്താവന ഇന്ത്യയുടെ ആത്മാവിനെയും ഭരണഘടനയുടെ അടിസ്ഥാനത്തെയും തന്നെ ചോദ്യം ചെയ്യുന്ന ഗൗരവമേറിയ വിഷയമാണ്. ഇന്ത്യ എന്ന രാജ്യം മതപരമായി നിർവചിക്കപ്പെടുന്ന ഒന്നല്ല. മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മുകളിലൂടെ മനുഷ്യാവകാശവും പൗരത്വവും ഒരുപോലെ കണക്കാക്കുന്ന ലോകത്ത് അപൂർവമായ ഒരു സിവിലൈസേഷനാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു മതം എന്ന ആശയം ചരിത്രത്തോടും ഭരണഘടനയോടും യാഥാർത്ഥ്യങ്ങളോടും പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടന ഒരു മതഗ്രന്ഥമല്ല, അതൊരു ജനാധിപത്യ കരാറാണ്. വ്യത്യസ്ത ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, ആചാരങ്ങൾ, വേഷങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഇന്ത്യ എന്ന രാഷ്ട്രം നിലകൊള്ളുന്നത്. ഈ വൈവിധ്യത്തെ സംരക്ഷിക്കാനാണ് ഭരണഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകം ഇന്ത്യ ഹൃദയത്തിൽ ചുമക്കും. അതായത് ഇന്ത്യ ജനങ്ങളുടെ രാഷ്ട്രമാണ്, ഒരു മതത്തിന്റെ രാഷ്ട്രമല്ല. ഭരണഘടനയുടെ ലക്ഷ്യം ഭൂരിപക്ഷത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുക എന്നതല്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് എല്ലാവർക്കും സമത്വം ഉറപ്പാക്കുക എന്നതാണ്. ഇതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യ ഒരു മതരാജ്യമായിരുന്നിട്ടില്ല. അശോകന്റെ കാലത്ത് തന്നെ മതസഹിഷ്ണുത ഭരണ നയമായിരുന്നു. ബുദ്ധം, ജൈനധർമ്മം, ശൈവം, വൈഷ്ണവ്, സൂഫിസം, സിഖ് മതം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എല്ലാം ഇന്ത്യയിൽ വളർന്നതോ വേരൂന്നിയതോ ആയ വിശ്വാസ പാരമ്പര്യങ്ങൾ. ഒരു മതം മറ്റൊന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ചരിത്രമില്ല. മറിച്ച് സംവാദവും സഹവർത്തിത്വവും ഇന്ത്യയുടെ സാമൂഹിക ശക്തിയായി മാറിയ ചരിത്രമാണ് ഇന്ത്യക്ക് പറയാനുള്ളത്. ഈ ചരിത്ര പാരമ്പര്യത്തെ ഒറ്റ മതത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ ചുരുക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന വാദം ഉന്നയിക്കുമ്പോൾ ഹിന്ദു എന്ന പദം തന്നെ എന്താണെന്ന ചോദ്യം ഉയരുന്നു. ഹിന്ദു മതത്തിനകത്ത് തന്നെ അനവധി ദർശനങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയൊക്കെയുണ്ട്. ഒരു ഏകീകൃത മതഘടനയല്ല അത്. അപ്പോൾ ഇന്ത്യയെ ഒരു മതരാജ്യമായി പ്രഖ്യാപിക്കുന്നത് അതിനകത്തെ തന്നെ വൈവിധ്യത്തെ നിഷേധിക്കുന്നതായിരിക്കും. കൂടാതെ ഇന്ത്യയിലെ കോടിക്കണക്കിന് പൗരന്മാർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ബുദ്ധന്മാർ, ജൈനർ, പാഴ്സികൾ, ആസ്തികർ അല്ലാത്തവർ ഇവരൊക്കെയും തുല്യ പൗരന്മാരാണെന്ന സത്യം അവഗണിക്കപ്പെടും. ഭരണഘടനയുടെ അംഗീകാരം വേണ്ട എന്ന വാദം അതിലും അപകടകരമാണ്. ഭരണഘടനയാണ് ഇന്ത്യയുടെ നിയമപരവും നൈതികവുമായ അടിത്തറ. അതില്ലെങ്കിൽ നിയമമില്ല, അവകാശങ്ങളില്ല, നീതി ഉറപ്പില്ല. ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തെ തന്നെ ദുർബലപ്പെടുത്തുകയാണ്. ഒരു വ്യക്തിയുടെയോ സംഘടനയുടെയോ ആശയങ്ങൾക്ക് മുകളിലാണ് ഭരണഘടന. കാരണം അത് ജനങ്ങളുടെ സമ്മതത്തോടെ രൂപപ്പെടുത്തിയ സാമൂഹിക കരാറാണ്. അതിനെ അവഗണിക്കുന്നത് ജനങ്ങളുടെ ശബ്ദത്തെ അവഗണിക്കുന്നതിന് തുല്യവുമാണ്. ഇന്ത്യ മതനിരപേക്ഷം എന്ന വാക്ക് ഭരണഘടനയിൽ ചേർത്തത് വെറുമൊരു പദമായല്ല, ഇന്ത്യയുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടായ ബോധ്യത്താലാണ്. മതനിരപേക്ഷത ഇന്ത്യയിൽ മതവിരോധമല്ല, എല്ലാ മതങ്ങളോടും സമദൂരം പാലിക്കുന്ന, ബഹുമാനം പാലിക്കുന്ന ഭരണ സങ്കല്പമാണ്. സർക്കാർ ഒരു മതത്തിനും അനുകൂലമോ വിരുദ്ധമോ അല്ല. പൗരന്റെ വിശ്വാസം വ്യക്തിപരമാണ്. ഈ തത്വം കൊണ്ടാണ് ഇന്ത്യ ഇത്ര വൈവിധ്യമാർന്നിട്ടും ഒന്നായി നിലകൊള്ളുന്നത്. ഇന്ത്യക്ക് മതമില്ല എന്നത് ഇന്ത്യക്ക് സംസ്കാരമില്ല എന്ന അർത്ഥമല്ല. ഇന്ത്യയുടെ സംസ്കാരം മതപരിധികൾ കടന്നുള്ളതാണ്. ഭാഷയിൽ, സംഗീതത്തിൽ, കലയിൽ, ഭക്ഷണത്തിൽ, ഉത്സവങ്ങളിൽ, ദൈനംദിന ജീവിതത്തിൽ. ഓണം, ദീപാവലി, ഈദ്, ക്രിസ്മസ്, ഗുരുപുരം ഇതെല്ലാം ഇന്ത്യയുടെ പൊതു സാംസ്കാരിക വേദിയിൽ ഒരുമിച്ച് നിലകൊള്ളുന്നു. ഈ സഹജീവിതമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി. ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നത് ഇന്ത്യയെ ഒരു പ്ലൂറലിസ്റ്റിക് ഡെമോക്രസിയായി തന്നെയാണ്. ഇന്ത്യ ഒരു മതരാജ്യമായി പുനർനിർവചിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയ്ക്കും ആഭ്യന്തര ഐക്യത്തിനും ദോഷകരമായി തീരുക മാത്രമാണ് ചെയ്യുന്നത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജനങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് രാജ്യത്തെ ദീർഘകാലത്തിൽ ദുർബലപ്പെടുത്തും. ഇന്ത്യ ഒരു മതത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന രാജ്യമല്ല. മനുഷ്യരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മാനിക്കുന്ന ഭരണഘടനയുടെ മേൽനോട്ടത്തിലാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതൊരു രാഷ്ട്രീയ നിലപാടല്ല, അതൊരു രാജ്യത്തെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വമാണ്. വിശ്വാസങ്ങളുടെ കൂട്ടായ്മയാണ്, മതങ്ങളുടെ മേൽക്കോയ്മയല്ല. ഈ സത്യം മനസ്സിലാക്കാതെ പോകുന്ന ഏതൊരു വാദവും ഇന്ത്യയുടെ ആത്മാവിനോടുള്ള കടുത്ത വെല്ലുവിളി തന്നെയാണ്.